അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹെയർ കെയറും സ്കിൻ കെയറും. ഹെയർ കെയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അതിന് മുമ്പായിട്ടും ഒത്തിരി ചെയ്യുന്ന കാര്യങ്ങൾ. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, ഒത്തിരി സമയം മെനക്കെടാൻ കഴിയില്ലാത്തവർക്കും ഇത് നല്ലതാണ്. എനിക്കെന്തായാലും നന്നായിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വയ്ക്കുന്ന ഏതെണ്ണയാണോ അത് നമുക്ക് തേക്കാം. ഞാനിപ്പോൾ 2 തവണയൊക്കെ നന്നായിട്ട് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര പൈസയുടെ ഒന്നുമല്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കറ്റർ വാഴയില്ലേ, അതാണേ. അപ്പം ഞാൻ ഇതുപോലെ 2 തവണ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. തലയുടെ ഉള്ളിലേക്കൊക്കെ ആയാലും പുറമേ ആയാലും നന്നായിട്ട് എണ്ണ വയ്ക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ കഷ്ണം കറ്റാർ വാഴയാണ്. 2 പീസാക്കിയിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചിട്ട് 2 കഷ്ണങ്ങളാക്കി എടുക്കുക ചെയ്യുന്നത്. അതിങ്ങനെ മുടി ഓരോ ഭാഗമായിട്ട് എടുത്തെടുത്തിട്ട് ഇങ്ങനെ പാർട്ടീഷൻ പോലെ എടുത്തെടുത്താണ് തേച്ച് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം താരനൊക്കെ നന്നായിട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ തല ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല, എന്നാലും ഞാൻ ചെയ്യുന്നതിന് ന്യൂ മോംസിനൊക്കെ ആണെങ്കിലും ഇപ്പം മുടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു ന്യൂ മോമാണ്, അപ്പോൾ എനിക്ക് കെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ എനിക്കധികം മുടിയില്ല, പക്ഷേ ഉള്ള മുടി നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. നേരത്തെ നല്ല മുടി ഉണ്ടായിരുന്നു, പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും മുടി നന്നായിട്ട് കൊഴിഞ്ഞു. അപ്പം ഞാൻ ഇത് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം എനിക്ക് നല്ല റിസൾട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല, ഓയിൽ ഇട്ട് കൊടുക്കും. ഇതും ഇങ്ങനെ തേക്കുമ്പം ഉള്ള മുടി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം തല കെട്ടി വെച്ചിട്ടാണെങ്കിലും ഞാനിത് ചെയ്യുന്നുണ്ട്. ഇനി കാണിക്കുന്നത് ഒരു സ്കിൻ കെയർ. ഇത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൊടിയും തൈരും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതും ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ചെയ്യാവുന്നൊരു കാര്യമാണ്. രക്തചന്ദനത്തിൻ്റെ പൊടിയിലേക്ക് ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് തൈരാണ് നല്ലത്. ഇപ്പം ഓരോരുത്തരുടെ സ്കിന്നിനും ചിലർ ഹണി ആഡ് ചെയ്യും, പാൽ ആഡ് ചെയ്യും, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഡെലിവറി കഴിഞ്ഞ സമയത്തോട്ട് ഞാൻ ചെയ്യുന്ന അത്യാവശ്യം എൻ്റെ മുഖത്തെ പാടുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കണം. ഇതും വലിയ സ്കിൻ കെയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഉള്ള സ്കിന്നൊന്നും നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇത് മുഖത്ത് മുഴുവനും കഴുത്തിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല റിസൾട്ടുള്ള. ഇപ്പം മുഖത്തെ പാടുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോവും. ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസം പറ്റുന്ന പോലൊക്കെ ചെയ്യാറുണ്ട്. തിരക്കും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ എപ്പോഴൊന്നും ചെയ്യാൻ പറ്റാറില്ല, എന്നാലും പറ്റുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം 2ഉം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ ഇതിന് സ്കിൻ കെയർ ഹെയർ കെയർ എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ വീണ്ടും അത് പറയുക. പിന്നെ എൻ്റെ ചെറിയൊരിത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയാണ്, അതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിച്ചേക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോഴത്തേക്കും നമ്മൾ കഴുകിക്കളയും. ഇപ്പം ഞാൻ നേരെ കുളിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുളിക്കുമ്പോൾ അതങ്ങ് വാഷ് ചെയ്ത് കളയും. പിന്നെ സോപ്പൊന്നും മുഖത്ത് തേക്കത്തില്ല, ഇത് തേച്ച് കഴിഞ്ഞിട്ട്. ഇത് നന്നായിട്ട് മുഖത്തും കഴുത്തിലും ചെവിയിലും തേക്കാം. ഞാൻ ചെവിയിൽ അധികം തേച്ചിട്ടില്ല, അകത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ചെവിയിലും കഴുത്തിലൊക്കെ തേക്കാം, പക്ഷെ ഞാനധികം തേക്കുന്നില്ല ചെവിയിലോട്ടൊന്നും. കഴുത്തിലും മുഖത്തും മാത്രമേ തേച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇത് ഉണങ്ങും. അപ്പോൾ നമുക്ക് കഴുകി കളയാം.
ഞാൻ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ബൗളിൽ എടുത്തേക്കുന്ന ഫുള്ളായിട്ട് ഞാൻ തേക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെച്ചാലും വേറെ ആരും തേക്കത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയറും ഹെയർ കെയറും. താങ്ക് യു.